അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പം നമ്മളിന്ന് കൂന്തൽ കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ കൂന്തൽ. ഒരു 1/2 കിലോത്തിൻ്റെ മേലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്കിനി കഴുകി വൃത്തിയാക്കി വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ 1/2 കിലോ ഞാൻ അരി ഇങ്ങനെ ഒരു പാത്രത്തിൽ അളന്ന് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെയാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ളത്. 1/2 കിലോ കൂന്തളും 1/2 കിലോ ബിരിയാണിൻ്റെ അരിയുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂന്തളൊക്കെ ഞാൻ ഇങ്ങനെ കഴുകി മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ഉള്ളി, 2 തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും 2 പച്ചമുളകും 2 തണ്ട് വേപ്പിൻ്റെ ഇല, ഒരു നല്ലൊരു പിടി ഉണ്ടാവും ചപ്പും പൊതിനയും ആണ് ഇതിലേക്ക് ഉള്ളത് കേട്ടോ. പിന്നെ ഇഞ്ചി അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇഞ്ചി എടുക്കണില്ല. പിന്നെ നമുക്ക് കുരുമുളക് പൊടി, ഗരം മസാലൻ്റെ പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാതും കൂടെയാണ് നമുക്കിനി ഉപയോഗിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലൊന്ന് ഒതുക്കി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഈ ചെറിയ ഉള്ളിയൊക്കെ ഇതിലിടുമ്പോഴേ 3 കൂടെ ഇങ്ങനെ ഒതുക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടാണ് നമ്മൾ ഈ ഇറച്ചിയിലൊക്കെ ഇടുമ്പോൾ. അപ്പം ഞാൻ അതെല്ലാതും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിൻ്റെ കയ്യിലില്ല, ചപ്പും പൊതിനയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് അരച്ച് വെച്ച ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളകിൻ്റെ പൊടി കേട്ടോ. കുറച്ച് നമുക്കതുപോലെ ഗരം മസാലൻ്റെ പൊടിയും ഉപ്പും മഞ്ഞളും ഗരം മസാലൻ്റെ പൊടി കേട്ടോ. അല്ല ഞാൻ ഇപ്പോൾ കുറേശ്ശെ ഇടണുള്ളൂ. ബാക്കി നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയോടുണ്ട് കേട്ടോ. എല്ലാതും കൂടി ഇട്ട് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് വെച്ചാലേ അയിമലൊക്കെ പിടിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡബ്ബർ മാറ്റ സാധനമല്ലേ. അപ്പോൾ കുറച്ച് ഞാൻ 1/2 സ്പൂണോളം മുളക് പൊടിയോട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് നമുക്കിത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചി ഞാൻ അരച്ച് വെച്ച് വേറെ നിന്ന് അപ്പോൾ കുറച്ചധികം അത് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് കുഴച്ചാണ്ട് അവിടെ എത്തിയാൽ പിന്നെ ഉള്ളിയും തക്കാളിയും ഈ മസാലകളൊക്കെ വഴറ്റിയതിൻ്റെ ശേഷം നമുക്കിത് അതിൽ ഇട്ട് കൊടുക്കാം. അതേ രീതിയിലുള്ള ഈ മസാലൻ്റെ ഇതൊക്കെ അതിൽ പിടിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചോറിന് നല്ല ടേസ്റ്റാണിത് കൂന്തൽ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ. അപ്പോൾ നമുക്ക് ഇനി മസാലകൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാനിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഞാൻ ഉപയോഗിക്കുന്നുള്ളത് ഇതിലേക്ക്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അത് നമുക്ക് അതിലേക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കുക, അല്ല അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പ് പിന്നെ മാത്രമേ ഉള്ളൂ, മുന്തിരിൻ്റെ കയ്യിലില്ല കേട്ടോ. ചിലർക്കൊന്നും മുന്തിരി ഇട്ടാൽ ഇഷ്ടം ഉണ്ടാവില്ല. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്ത് മാറ്റി വെക്കണം. നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ബിരിയാണിയിലും പായസത്തിലൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി നല്ല ടേസ്റ്റാണ് തിന്നാൽ. നമ്മളിങ്ങനെ എണ്ണയിലും നെയ്യിലൊക്കെ വറുത്തെടുക്കല്ലേ. കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായി എന്നൊരു തോന്നലുണ്ട് കേട്ടോ. ഒഴിച്ചപ്പോൾ അങ്ങോട്ട് ആയിപ്പോയി, സാരമില്ല. അപ്പോൾ നമ്മളിനി ചോറൊക്കെ ഇതാക്കുമ്പോൾ അതിലൊക്കെ കുറച്ച് കുറക്കാം. നമുക്ക് മസാല മിക്സ് ചെയ്യുമ്പോൾ പിന്നെ എണ്ണൻ്റെ അതിലുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കട്ടോ. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് വാടി നല്ല വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇത് ചേർത്ത് കൊടുക്കട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നല്ല ടേസ്റ്റാണ്. പിന്നെ പെട്ടെന്ന് പണി കഴിയും. ഞാൻ ചോറ് നെയ്ച്ചോറാക്കിയാണ്ട് കുക്കറിലാട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മസാല ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് കുക്കറിൽ ചോറിട്ട് അരി ഇട്ടാണ്ട് 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചോറ് റെഡിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യണം. കുറച്ച് ഉപ്പ് ഞാൻ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊന്ന് വാടി വരട്ടെ. ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് പെട്ടെന്നുള്ളി വാടി കിട്ടാനാട്ടോ. നമുക്കിതേക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇട്ട് കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണ്ട. കുറച്ച് ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി പിന്നെ നമ്മൾ വേറെ അരച്ച് വെച്ചാണ്. ഇഞ്ചി ഞാൻ വേറെ ഇങ്ങനെ അരച്ച് വെക്കലാം. കാരണം നമുക്കൊരു ഇഞ്ചിൻ്റെ നീരിന് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അപ്പം ചതക്കാനോ അതിനും ഇതിന് നടക്കണ്ടല്ലോ. ഇതിന് കുറച്ച് എടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആകുമ്പോൾ പിന്നെ അത് നടക്കില്ല. അപ്പോൾ നമ്മൾ അത് വേറെ തന്നെ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ കൊണ്ടുവരുന്ന ഇഞ്ചി ആണെങ്കിലോ ആ പച്ചവെള്ളം പോലത്തെ ഇഞ്ചിയാണ്. അതൊന്നും 2-3 ദിവസം അങ്ങോട്ട് വെച്ചാൽ തന്നെ അത് ചീഞ്ഞ് പോവുക. അപ്പോൾ അതിനെക്കാട്ടും നല്ല എത്രയും പെട്ടെന്ന് അരച്ച് ഇങ്ങനെ പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് എടുക്കാമല്ലോ. ഞാൻ അതിലേക്ക് ഒരു 2 വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ തക്കാളിയും കൂടെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കിടന്ന് വേവട്ടെ കേട്ടോ. ഈ വയറുവേദനക്കും വയറ്റുന്നോക്കിനൊക്കെ ഇഞ്ചിൻ്റെ നീറ്റിൽ അത്രപ്പോരം തേനും കൂടെ ഒഴിച്ചിട്ട് കൊടുത്താൽ വയറ്റുന്നോക്കൊക്കെ ഓവറായിട്ട് പോണ വയറ്റുന്നോക്കൊക്കെ അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല അതുപോലെ വയറുവേദന, ദഹനക്കുറവ്, ഗ്യാസ്, ഇതിനൊക്കെ ഇഞ്ചിൻ്റെ നീര് നല്ലതാണ്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ്. പെട്ടെന്നാവും നമുക്ക് വയറുവേദന, ഗ്യാസ് പൊന്തണ അസുഖം എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തുകൊണ്ട് നമ്മളൊന്ന് നീരാണ്ടെടുത്ത് കുടിച്ചാൽ അതപ്പോൾ അവിടെ നിൽക്കും. ഗുളിക അതും ഇതൊക്കെ കുടിക്കണക്കാണെങ്കിൽ നല്ലതല്ലേ. ഞാൻ കുറച്ച് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചപ്പും പൊതിന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ വർത്താനം പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ ഇഞ്ചിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒറ്റക്ക് ചെയ്യട്ടോ. ചെയ്ത് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് അപ്പം വെച്ചുണ്ടാക്കണ്ടല്ലോ. ഇങ്ങനെ അരച്ച് വെച്ചാൽ നമുക്ക് നല്ല നീരും കിട്ടുമല്ലോ, നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ കൂന്തൽ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ കൂന്തലൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങേ അടുപ്പിൽ നമ്മൾ ചോറ് റെഡിയാക്കാൻ പോകട്ടോ. ഒന്ന് മൂടിയിട്ട് കൊടുക്കുക. മൂടിയിടാഞ്ഞാൽ കൂന്തലാണ് പൊട്ടി തെറിക്കണം. അതിൻ്റെ തോടി നിൽക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. ഞാൻ കുറച്ച് കറി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് ഏറെണ്ടാവും വിചാരിച്ചിട്ടാണ് നോക്കിയിട്ട് ഇടുന്നത്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താണ്ട് നമുക്ക് മൂടിയിട്ടാണ്ട് ഇങ്ങനെ കത്തിച്ച് കൊടുക്കട്ടോ. മൂടിയിട്ട് കത്തിച്ചാൽ നമ്മളെ ചോറ് ഇവിടെ റെഡി ആകുമ്പോഴത്തേന് കൂന്തളും ഇവിടെ റെഡിയാവും. പിന്നെ അതിന് വെച്ചിട്ട് നമ്മൾ വേറെ മെനക്കാടുണ്ടല്ലോ. അതെല്ലാം കൂന്തലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 2-3 ദിവസമായി കൂന്തൽ മീൻകാരത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഏതായാലും വെള്ളിയാഴ്ച അല്ലേ, എന്നും ഇറച്ചി തന്നെയായിരുന്നു ഇന്ന് രാവിലെയൊക്കെ. അപ്പോൾ അങ്ങനെ കൂന്തളാക്കി. അപ്പോൾ ഞാനൊരു കുക്കർ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ്, പട്ട, കറാമ്പൂ, ഇത് 3 സാധനം കൂടെ ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് പൊട്ടി വരുന്ന നേരത്ത് നമ്മൾ ഈ പാത്രത്തിന് ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാത്രം വെള്ളം ഞാൻ ഒരു പാത്രത്തിൽ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈസി കുക്കുമ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഗ്യാസും ലാഭിക്കാമല്ലോ. അതുകൊണ്ട് അവിടെ അങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൂത്ത് വരുമ്പോൾ ആ വെള്ളം അങ്ങോട്ട് എടുത്തുകൊണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. നമ്മൾ ഏലക്കായ ഇതൊക്കെ ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മളെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. വെള്ളം തിളച്ച വെള്ളം കേട്ടോ. അതാണ് പെട്ടെന്ന് തിളച്ചിട്ട് നമുക്ക് അരി ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് നെയ്ച്ചോറിന് ഇങ്ങനെ എളുപ്പമുണ്ട്. പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ നെയ്ച്ചോറ് റെഡിയാവും.
എന്നാൽ ടേസ്റ്റിനൊരു വ്യത്യാസം ഇല്ലാനോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് അരിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അരിയിട്ട് കൊടുക്കട്ടെ. ഇനി 2 വിസിലടിച്ചാൽ മതി കേട്ടോ. നമ്മൾ കുറച്ച് നേരം അരി വെള്ളത്തിട്ട് വെച്ചതിന് കഴിഞ്ഞാണ്ട് അപ്പോൾ കുറച്ചൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ അതിനകത്തുള്ള വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ. 2 വിസിലടിച്ചേക്ക് ഓഫാക്കുക. പിന്നെ നമുക്കൊന്ന് ദമ്മിലിടാനുള്ളതല്ലേ. ദമ്മിച്ചാൽ നമ്മൾ മേലെ കണലൊന്നും ഇട്ടണില്ല, നമ്മൾ ഗ്യാസ് വെക്കണമല്ല. അപ്പോൾ പിന്നെ കണലൊന്നും നമ്മളെ കയ്യിലില്ല. ഇടയ്ക്ക് നമ്മൾ മസാല ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും അത്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ചോറ് പോകുമ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയാണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒപ്പാകുമ്പോൾ വേഗം പെട്ടെന്നാവും. ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളെ ചോറും റെഡി ആയിക്കിട്ടും. നമുക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണ്ടല്ലോ. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ ആണെങ്കിൽ ആ വെള്ളം തിളക്കണ നേരം വേണം. എന്നിട്ട് പിന്നെ അത് അതിലായിട്ട് ഇട്ട് തിളച്ച് ഊറ്റിയൊക്കെ വരുമ്പോൾ എങ്ങനായാലും കുറച്ച് നേരം പിടിക്കും. പെട്ടെന്നുള്ള പരിപാടി ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കുക്കർ ഒരു വിസിലടിച്ചിട്ടോ. 2 വിസിലടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കട്ടെ, ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. നമ്മൾ ചൂടോടൊക്കെ തന്നെ ചോറ് ഇളക്കണം കേട്ടോ, നെയ്ച്ചോറ്. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തിക്കും. അപ്പോൾ നമ്മൾ ചൂടോടൊക്കെ അങ്ങനെ ഇളക്കി കൊടുത്താൽ ചോറ് കട്ട കുത്തൂല. അതിനാണ് ഞാൻ വിസിൽ ഊരിയ പാടന്നെ ചോറ് ഇറക്കി കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മസാലയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ടല്ലോ. നമുക്ക് വേറെ ചെമ്പട്ടി വെച്ചിട്ട് അതിലേക്ക് മസാല കുട്ടിയാണ്ട് അതിൽ ചോറ് ദമ്മിടണം കേട്ടോ. നമ്മൾ മസാലയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്പട്ടിക്കാണ് നമ്മൾ ചോറ് ദമ്മിടാനുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് മസാല ആദ്യം അടിയിലിട്ട് കൊടുക്കട്ടോ. ഇനി പകുതി നമുക്ക് മേലിട്ട് കൊടുക്കട്ടോ. ഇതൊന്നും ഇങ്ങനെ നിരത്തി കൊടുക്കട്ടെ. നമുക്ക് ഇതിലേക്ക് ചോറ് പകുതിയിലേറെ നന്നായി കൊട്ടിക്കൊടുക്കണം. ചൂട് കൊടുക്ക തന്നെ ആകുമ്പോഴേ അത് ദമ്മിലിരുന്ന് ഒന്നും കൂടെ പോകും ചോറ്. നമുക്കിതിൻ്റെ മേലേക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ചപ്പും പൊതിനയൊക്കെ ഇതിൻ്റെ മേലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മസാല ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കട്ടോ. കൂന്തളാവുമ്പോൾ എല്ലാം കൂടെ അടിയിലേക്ക് പോകണ്ടല്ലോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ മേലത്തെ മസാലയും കുറച്ചങ്ങോട്ട് ഇടും. അപ്പോൾ പിന്നെ വല്ലാതെ അങ്ങോട്ട് ഇതാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് എത്ര എളുപ്പം കൊണ്ട് റെഡിയായി. അല്ലെങ്കിൽ എത്ര പോരം പണി ഉണ്ടാവും. അടുപ്പുമ്മ അതൊക്കെ ഇളക്കി 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 ഉണ്ടാക്കി വന്ന് അരി പിന്നെന്താണ് ചെമ്പട്ടിയിൽ വെള്ളം ഒഴിച്ച് തിളച്ച് വന്ന് ഊറ്റിയൊക്കെ വരുമ്പോഴത്തെ അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാലൻ്റെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 6 kg ആണ്. നമുക്കിത് മൂടി വെച്ചാണ്ട് അതിൻ്റെ മേലെ ഒരു കനത്തിന് വേണ്ടിയിട്ട് പിന്നെ ചെറിയ നമ്മളെ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന വരലുണ്ടല്ലോ, അത് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ തീയിൽ കുറച്ച് നേരം ഈ മേലേക്ക് ചൂട് കയറുന്ന ഇത് മാത്രം മതി. അതേവരെ ഒന്ന് ചെറിയ തീയിലൊന്ന് ഗ്യാസൊന്ന് കത്തിച്ച് കൊടുക്കട്ടോ. അങ്ങനെ കയറുന്നുണ്ടോ നോക്കാം ഞാൻ.
കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഓഫാക്കി കൊടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ ആ ചെറിയ ചൂടിൽ എല്ലാം ഇങ്ങോട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ മസാലൻ്റെ ആവിയൊക്കെ മേലേക്കാണ് പൊന്തുമ്പോൾ ഈ ചോർക്കൊക്കെ അതിൻ്റെ ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചോർക്ക് മേലേക്കൊക്കെ നല്ല ആവി വരുന്നുണ്ട് കേട്ടോ, ചൂടൊക്കെ കയറുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫാക്കി കൊടുക്കാം. നേരം നമ്മൾ കത്തിച്ച് കഴിഞ്ഞാലേ അടി പിടിക്കും, അതാണ് വിഷയം. അപ്പം ഇനി അതങ്ങനെ നിൽക്കട്ടെ. നമ്മളെ ചോറ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ കുറച്ച് നേരമായി ദമ്മിട്ടിട്ട്. അപ്പം നമ്മളെ ചോറൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ചോറ് അതിൽ നിന്ന് മിക്സ് ചെയ്തുകൊണ്ട് വിളമ്പിരിക്കാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി. എത്രയും പെട്ടെന്നാകണൊരു ചോറാണ്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലൊന്ന് നമുക്ക് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് തിന്നണക്കാട്ടി സന്തോഷമല്ലേ ഇങ്ങനെ വെച്ച് വിളമ്പി അങ്ങനെ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.